അപ്പൊ സംഭവം ഞാൻ ഏറ്റെടുക്കണം. ഏറ്റെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. എനിക്ക് ഇയാളുടെ ലവറെ ഒന്ന് സ്റ്റഡി ചെയ്യണം. വേറൊന്നുമല്ല, ഒറ്റ മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കുട്ടിയെ സ്റ്റഡി ചെയ്യുന്ന കാര്യം. വേറൊന്നും കൊണ്ടല്ല, എത്രത്തോളം ജോലി അടിക്കേണ്ടി വരുമെന്ന് ആദ്യം എനിക്കൊന്നും അറിയണം, എന്നിട്ടാവും ബാക്കി കാര്യം. അതെങ്ങനെയാന്നല്ലേ? അതിനൊക്കെ വഴിയുണ്ട്. താൻ നാളെ തന്നെ മഞ്ജുവിനോട് പോയി ഒരു കാര്യം പറയണം. മഞ്ജു മഞ്ജു, തനിക്ക് ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഓവോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പറഞ്ഞ ഏതായാലും നന്നായി. ഇനിയിപ്പോ ഈ ഡ്രസ്സ് ഉപയോഗിക്കണ്ടല്ലോ. വരട്ടെ. താങ്ക്സ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഡ്രസ്? ഈ ഡ്രസ് താൻ ഇതിനു മുമ്പ് ഇട്ടോണ്ട് വന്നിട്ടുള്ളതല്ലേ, പിന്നെ ഇന്നെന്താ ഒരു പ്രത്യേക ചോദ്യം? ഇത് വല്ല പണിയുള്ള പണിയൊന്നുമല്ല. സിമ്പിൾ ആയിട്ട് ഓക്കെ ആക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന് നിങ്ങളെ സെലക്ട് ചെയ്ത റൂട്ട് ഒന്ന് മാറ്റി പിടിക്കണം. ഈ മഞ്ജുവിന്റെ വീട്, അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊന്നും ഞങ്ങൾക്കറിയില്ല. അവളുടെ പേരൻസ് ഒക്കെ വിദേശത്താ. ഇവിടെ സത്യശീലൻ സാറിന്റെ വീട്ടിലാ താമസം. അങ്ങേരുടെ പെങ്ങടെ മോളാ. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അതെന്താ അങ്ങനെ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു തരം വെരട്ട് ലൈനിൽ എനിക്ക് കാര്യങ്ങൾ ഓക്കെ ആക്കി എടുക്കാൻ പറ്റിയേക്കും. മുടക്കാൻ പാടില്ല. നമ്മൾ ഒരേ കുടുംബത്തിലെ ആളാണ്. ചേട്ടാ പെട്ടെന്താ? അല്ല, താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായി നടക്കൂ? സംശയം എന്താ? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം 2 മൊബൈൽ ഫോണുകൾ സംഘടിപ്പിക്കണം. 1, മഞ്ജു ഏത് ഹാൻഡ്സെറ്റ് ആണോ ഉപയോഗിക്കുന്നത്, സെയിം ഹാൻഡ്സെറ്റ് വിത്ത് ന്യൂ കണക്ഷൻ. 2, ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ, പക്ഷെ അതിന് ഒരു പുതിയ കണക്ഷൻ വേണം. ഇതൊക്കെ ചുമ്മാ നമ്മൾ ഇതെന്താടാ? മൊബൈൽ ബജ്ജിയാ? മൊബൈൽ ബജിയല്ല, മൊബൈൽ ഫോൺ. പുതിയ ഹാൻഡ്സെറ്റ് വിത്ത് ന്യൂ കണക്ഷൻ. ഇതിൽ ഒരേ ഒരു നമ്പറെ ഫീഡ് ചെയ്തിട്ടുള്ളൂ. ആ നമ്പറിലേക്ക് സാർ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കണം. ആ നമ്പർ ഏതാ മാഷേ? എന്താ സാറ് വിസിലടിച്ചപ്പോ ടീച്ചർ ഓടിപ്പോയി? അത് നിനക്കറിയില്ല അല്ലേ? ഇല്ല. ഞാൻ വിസിലടിച്ചാൽ അവരുടെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് അർത്ഥം. അത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നീ എന്നെ വിസിലടിപ്പിക്കരുത്. ഒന്നിങ്ങോട്ട് വന്നേ. അപ്പൊ നീ വർക്ക് തുടങ്ങിയല്ലേ? പക്ഷെ ടീച്ചറിനെ വിളിക്കാൻ പുതിയ കണക്ഷൻ എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വേറെ ആരുടെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചാ പോരായിരുന്നോ? പോരാ. എന്റെ പൊന്നു സാറേ, ചുമ്മാതല്ല സാറിന്റെ കാര്യം ഇങ്ങനെ ഒരിടത്തും എത്താതെ നിൽക്കുന്നത്. കൂടുതൽ ആലോചിക്കാതെ ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. പിന്നെ ഇതിൽ ഫീഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സാറിന്റെ കയ്യിലുള്ള ടീച്ചറിന്റെ നമ്പർ അല്ല, ഒരു പുതിയ ഐഡിയ നമ്പർ. ഐഡിയ പൂർവ്വം ഒരു ഐഡിയ കണക്ഷൻ. ഓ, മനസ്സിലായി മനസ്സിലായി. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് മൈ ലൈഫ്. അത് തന്നെ, കറക്റ്റ്.
Stupid idiot rascal. അസലായിരിക്കുന്നു സുധി. വെൽ പ്ലേഡ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പിന്നാലെ നടന്ന് വഷളത്തരങ്ങൾ കാണിച്ചതിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും തന്നെ ഞാനൊരു ഫ്രണ്ട് ആയിട്ട് തന്നെയാ കണക്കാക്കിയിരുന്നത് ഇതുവരെ. പക്ഷെ ഇപ്പൊ താനീ കാണിച്ചതുണ്ടല്ലോ. മഞ്ജു മഞ്ജു ഞാൻ എന്ത് കാണിച്ചു താനീ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. ഓവർ സ്മാർട്ട് ആവല്ലേ സുധി. താനാണ് എന്റെ ഫോൺ എടുത്ത് മാറ്റിച്ചെന്നും ഈ കളി മുഴുവൻ കളിച്ചതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനിതങ്ങനെ വെറുതെ വിടുന്നൊന്നും താൻ കരുതണ്ട. നീ ഈ കളിച്ച കളിക്ക് മിനിമം നിനക്ക് ഞാൻ ഒരു സസ്പെൻഷൻ എങ്കിലും വാങ്ങി തന്നിരിക്കും. ഒടുക്കത്തിരിച്ചിരി. നീ ഇവിടെ വന്ന് നിൽക്ക, ഇങ്ങോട്ട് വന്നേ. പ്രശ്നമുണ്ട്. എന്താ കാര്യം പറ. അതെ, നീ തന്ന നമ്പർ ശരിക്കും ആ ടീച്ചർ തന്നെയായിരുന്നോ? ആ എന്തേ? അപ്പൊ സാർ ഇതുവരെ വിളിച്ചില്ലേ? വിളിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? വിളിച്ചില്ല. ഏ? അല്ല, വിളിച്ചു. പക്ഷെ പെട്ടെന്ന് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. മോശമായിട്ടൊന്നും പറഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ സാർ ഒരു കാര്യം ചെയ്യും. ഇനി വിളിക്കാനല്ലേ? ഞാൻ പിന്നെയും കുറെ ട്രൈ ചെയ്തു, സ്വിച്ച് ഓഫ്. വിളിക്കണ്ടെന്നാ ഞാൻ പറയാൻ വന്നത്. അതെന്താ അങ്ങനെ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അതായത് വിനയ നിന്നെ ക്യാൻറ്റീനിൽ അന്വേഷിക്കുന്നുണ്ട്. എന്നെയോ? ചെല്ല്, ക്യാൻറ്റീനിൽ അന്വേഷിക്കുന്നുണ്ടെന്ന്. സാറാ ഞാനിപ്പോ വരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. നിന്നെ റോറ്റ കേറ്റി വെച്ചതല്ലോ. ചുമ്മാ ഇരുന്ന് എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അവള് പറഞ്ഞേക്കുന്നത് കേട്ടല്ലോ. അവളുടെ മട്ടും ഭാവം കണ്ടിട്ട് അവളെ ഇന്ന് പ്രിൻസ് എടുത്ത് കംപ്ലൈന്റ് ചെയ്യും, സ്റ്റാഫ് മീറ്റ് കൂടും. എനിക്ക് പണി കിട്ടുകയും ചെയ്യാതെ ഉറപ്പാ. വേണമല്ലോ, അത് തന്നെയാണല്ലോ എന്റെ ഉദ്ദേശം. വിനയ തമാശ കള. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിട്ട് നീ തുറന്നു പറ. അവളുടെ അടുത്തൊരു സോറി പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും. പറ, ഞാൻ അവളെ കാണണോ? കാണണം. പക്ഷെ മഞ്ജുവിനെ അല്ല, അജിതകുമാരി ടീച്ചറിന്. എന്നിട്ട് ഞാൻ പറഞ്ഞു തരും പോലെ ചില കാര്യങ്ങൾ നീ ടീച്ചറോട് പറയണം. അങ്ങനെ വരുമ്പോ സ്റ്റാഫ് മീറ്റിംഗിൽ ടീച്ചർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നടക്കുന്നത് എന്താണെന്ന് നീ കണ്ടോ മോനെ? ഇവിടെ പരാതി തന്ന കുട്ടി എൻ്റെ റിലേറ്റീവ് ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. വളരെ ജെന്യുവിനായിട്ടുള്ള പരാതിയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇത് ചെയ്തവർക്കെതിരെ കർശനമായ നടപടി എടുത്തേ മതിയാവൂ. അങ്ങനെ കർശനമായ നടപടികൾ എടുക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഈ പരാതിയിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല സർ. ഇതൊക്കെ വെറും ഒരു ക്യാമ്പസ് തമാശയായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. അവിടെയാണ് ടീച്ചർക്ക് തെറ്റുപറ്റിയത്. ഇതൊന്നും അങ്ങനെ ഒരു തമാശയായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. എന്നാലും പറയുക. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ കുട്ടി തന്ന പരാതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയുടെ ഫോൺ എടുത്തു മാറ്റി ആ ഫോണിൽ നിന്നും ഇവിടെ പഠിക്കുന്ന ചില ആൺകുട്ടികളുടെ മൊബൈലിലേക്ക് മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചെന്നും മെസ്സേജുകൾ കിട്ടിയ പലരും കുട്ടിയോട് മോശമായി പെരുമാറിയെന്നും പറഞ്ഞല്ലോ. അവരിൽ ആരെങ്കിലും ഇപ്പോ ഇവിടെ ഈ റൂമിലുണ്ടോ? ഉണ്ട് സർ. ഒരാളല്ല, ആ നിൽക്കുന്നവർ ആ കൂട്ടത്തിൽ പെട്ടവരാ. അയ്യോ, മഞ്ജു എന്തായി പറയുന്നേ? സർ, ഈ കുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആരുടെ മൊബൈലിലേക്ക് മഞ്ജു പറയുന്ന തരത്തിൽ ഒരു മെസ്സേജും വന്നിട്ടുമില്ല. ഞങ്ങൾ ആരും മഞ്ജുവിന്റെ അടുത്ത് ചെന്നിട്ടുമില്ല. സർ, പച്ച കള്ള ഇവര് പറയുന്നത്. ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. പിന്നെ ആര് പറയുന്നത് വിശ്വസിക്കണം? അതിരിക്കട്ടെ, മോഷ്ടിക്കപ്പെട്ട ഫോണിന് പകരം വെച്ച ഫോണിലേക്ക് എന്തെങ്കിലും കോളോ മെസ്സേജോ വരികയോ കുട്ടി സംസാരിക്കുകയോ ചെയ്തിരുന്നോ? ഉവ്വ് സർ, ഒരു കോള് വന്നിരുന്നു. അതാരുടെ കോളാന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് വന്ന കോള് കുട്ടി അറ്റൻഡ് ചെയ്തില്ല? അറ്റൻഡ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അറ്റൻഡ് ചെയ്തു. വല്ലാതെ ദേഷ്യം വന്നുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കാതെ. സോറി, ഇവിടെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടെന്ന് തോന്നരുത്. സ്റ്റുപ്പിഡ് ഇഡിയറ്റ് എന്ന് വിളിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കുട്ടിയുടെ ഫോണിലേക്കൊന്ന് നമ്പർ ഏതാ? പറയാം സർ. $9961-800-700. ഈ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. ഈ നമ്പർ നിങ്ങൾക്കാർക്കെങ്കിലും പരിചയമുണ്ടോ? അവർക്ക് ആർക്കും പരിചയമില്ല. അവർ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ സാറിന് എന്ത് വെറുതെ പറയൂ. ഈ നമ്പർ എനിക്ക് നല്ല പരിചയമുണ്ട്. 800-700. ഇത് നമ്മളെ സത്യശീല സാറിന്റെ പുതിയ നമ്പറാ. സാറേ,
സത്യശീല സാറേ 2 ദിവസം മുമ്പ് സാർ ഒരു പുതിയ കണക്ഷൻ എടുത്തു എന്ന് പറഞ്ഞു തന്ന നമ്പർ ഇതല്ലേ സാറേ 800700 അതല്ലേ സാറേ? ഇനി ഒരു തർക്കം വേണ്ട, ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാ പോരെ? ആ നമ്പറിലേക്ക് ആരും വിളിക്കൊന്നും വേണ്ട, അതെന്റെ നമ്പർ തന്നെയാ. ഞാൻ തന്നെയാ ഇവളുടെ മൊബൈലിലേക്ക് വിളിച്ചതും. ആ ഞാനത് മോളോട് പറയാൻ വിട്ടുപോയി. മോള് ഇഡിയറ്റ് സ്റ്റുപ്പിഡെന്ന് മാത്രല്ല വിളിച്ചത്, ഒരു തെറിയും കൂടി പറഞ്ഞില്ലേ? അതേതാ സാറേ? സത്യത്തിൽ ഞാൻ പുതിയ കണക്ഷൻ എടുത്ത വിവരം പറയാനാണ് ഇവളെ വിളിച്ചത്. പക്ഷേ ഇവളുടെ റെസ്പോൺസ് കേട്ടപ്പോ പഠിക്കുന്നതിനിടയിൽ ആരോ ശല്യപ്പെടുത്തിയപ്പോ ഇവൾ അങ്ങനെ റിയാക്ട് ചെയ്തു എന്നാ ഞാൻ കരുതിയത്. പ്രശ്നം തീർന്നല്ലോ, എല്ലാം തീർന്നല്ലോ, മീറ്റിംഗ് പിരിച്ചു വിട്ടു. അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടല്ലോ സാറേ. സാറ് മഞ്ജുവിനെ വിളിച്ചു എന്ന് പറഞ്ഞത് വിശ്വസിക്കാം, പക്ഷെ അങ്ങനെ വിളിക്കുമ്പോഴും സാറ് മഞ്ജുവിന്റെ ശരിക്കുള്ള നമ്പറിലോട്ടല്ലേ വിളിക്കുക? മഞ്ജു പറഞ്ഞത് അവളുടെ മൊബൈൽ അല്ല ഇപ്പൊ കയ്യിലുള്ളതെന്നല്ലേ? ഇതൊക്കെ ശരിയാണല്ലോ. സാറ് വിളിച്ചാലും ഈ കുട്ടിയുടെ ശരിക്കുള്ള നമ്പറിലേക്കല്ലേ കോൾ കണക്ട് ചെയ്യൂ. എന്താ സാറേ ഇതിന്റെ ഇത് ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ ഇത് ഇങ്ങനെയൊക്കെ ആയതിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. എന്റെ പൊന്ന് സാറേ, ഞാനാ ഇതെല്ലാം ചെയ്തത്. ഇവളുടെ ഫോൺ എടുത്ത് മാറ്റിയതും പകരം സെയിം ഹാൻഡ്സെറ്റ് വെച്ചതും അതിലേക്ക് ഫോൺ ചെയ്തതും അങ്ങനെ പണ്ടാറടങ്ങിയത് മുഴുവനും ഞാനാ. വേറൊന്നുമല്ല, ഇവളുടെ പേരൻസ് ഒക്കെ വിദേശത്താണല്ലോ, ഞാനാണല്ലോ ലോക്കൽ ഗാർഡിയൻ. ആ നിലയ്ക്ക് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ. എല്ലാവരും എന്നോട് ക്ഷമിക്കണേ. നിങ്ങൾ വീട്ടുകാരെ തമ്മിലുള്ള തമാശകളി തീർക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. മീറ്റിംഗ് ഡിസ്പാച്ച്. പ്രതിയായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്നെ വെറുതെ ഒരു ഊവാക്കല്ലേ. നിർത്തിക്കോണം, ഇന്ന് തന്നെ നിർത്തിക്കോണം നിന്റെ ഇവിടുത്തെ പണി. ബാക്കി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. സാർ അങ്ങനെ തീരുമാനിക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്ലേ ഒക്കെ നിർത്തടാ. എനിക്കിനി നിന്റെ ഒരു പ്ലേ അറിയണ്ട. എന്നാലും സാറേ മോശമായി പോയി. പോടാ, നിന്റെ വീട്ടുകാരുടെ ഒന്നല്ലോ ഞാൻ കാണിച്ചത്. പോടാ. അടാ നീ എവിടെ നിൽക്ക്. തൃപ്തിയായല്ലോ, ഇത്രയും കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. അകത്ത് വെച്ച് ഞാൻ അങ്ങനെ പൊട്ടം കളിച്ചു എന്ന് വെച്ച് നീയൊക്കെ കൂടി കളിച്ച നാടകം എനിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കരുത്. എന്റെ കൊച്ചിന്റെ മൊബൈൽ മോഷ്ടിച്ചത് ആരാണെന്നും ഈ പ്ലേ ഒക്കെ നടത്തിയത് എന്തിനാണെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയടാ മോനെ. മനസ്സിലായല്ലോ, മനസ്സിലാക്കണം. ഇനി എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ. സാർ മഞ്ജുവിന്റെ ഒരു അധ്യാപകൻ മാത്രമല്ല, ലോക്കൽ ഗാർഡിയനും കൂടെ ആണല്ലോ. ആ നിലയ്ക്ക് സുധിക്ക് മഞ്ജുവിനോടുള്ള ഈ അപ്രോച്ച് സാറിന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ സാർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? എന്റെ പൊന്നു സാറേ, ഈ സെൽഫിഷ് സ്വഭാവം ഒട്ടും നല്ലതല്ല. തക്കം കിട്ടുമ്പോഴൊക്കെ പ്രേമത്തെയും പ്രണയത്തെയും പറ്റി പുകഴ്ത്തി പറയുക, എന്നിട്ട് സ്വന്തം മക്കളുടെയും കൂടപ്പറപ്പുകളുടെയും കാര്യങ്ങൾ വരുമ്പോ പറഞ്ഞതൊക്കെ അപ്പാടെ അങ്ങ് വിഴുങ്ങുക. അല്ല, ഈ സുധിക്ക് എന്താ ഒരു കുഴപ്പം? നന്നായിട്ട് പഠിക്കുന്നവനല്ലേ, നല്ല കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, കാണാനും വലിയ തെറ്റില്ല. ഇനി സുധിയും മഞ്ജുവും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷനേ ഇല്ലാന്ന് വെക്കുക. നിങ്ങൾ പാരന്റ്സ് മുഖാന്തരം മഞ്ജുവിന് ഇതേ സുധിയുടെ തന്നെ ഒരു മാരേജ് പ്രപ്പോസൽ വന്നാൽ നിങ്ങൾ ആലോചിക്കില്ലേ? ആലോചിച്ചിട്ട് നല്ലതാണെങ്കിൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കില്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ ഇവിടെ ഈ കാണിക്കുന്ന എതിർപ്പിന്റെയും പേടിപ്പെടുത്തലിന്റെ കാരണം അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്കിൾ, കൊല്ലാനാണാവോ? അങ്കിള് പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല. അങ്കിൾ അല്ല അത് ചെയ്തത്, അവന്മാരാ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ അങ്കിൾ എന്തിനാ അത് ഏറ്റെടുക്കാൻ പോയത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്, അതാ എനിക്ക് അറിയേണ്ടത്. അല്ല, അത് മോളെ വേറൊന്നുമല്ല. ഈ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. തൽക്കാലം നീ അത്ര അറിഞ്ഞാ മതി. അങ്കിൾ അറിയണം, എനിക്കറിയണം. എന്തിനു വേണ്ടിട്ട് അങ്കിൾ അങ്ങനെ? ഓ, അത് മോളെ അവമ്മ. ഒന്നും പറയാനില്ല, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു, അത്ര തന്നെ. അങ്കിൾ അങ്ങനെ പറഞ്ഞങ്ങ് പോയാൽ എങ്ങനെയാ? ഇത് എന്റെ കാര്യ, എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ തീരൂ. അറിയണല്ലേ, നിനക്ക് കാര്യം അറിയണല്ലേ. ആ സുധിക്ക് എന്താ കുഴപ്പം? നന്നായിട്ട് പഠിക്കുന്നവനല്ലേ, നല്ല കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, കാഴ്ചയിലും വലിയ തെറ്റില്ലാത്തവനല്ലേ. പ്ലേ ആയിരുന്നു, ഞാനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്ലേ. നിന്നെയും അവനെയും തമ്മിലൊന്ന് അടുപ്പിക്കാൻ. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിച്ച് നീ തീരുമാനിച്ചോ. അതെങ്ങനെയാ? അവനെ കാണുമ്പോ നീ ഒരുമാതിരിയും. എന്റെ പൊന്നു മോളെ, ഉള്ള നേരത്ത് കുറച്ച് പ്രേമിക്കാൻ നോക്ക്. അതല്ലേ സാറ് പറയാൻ വന്നത്? അതല്ലേന്ന്. കുട്ടി, എനിക്കിതിൽ ഒരു റോളുമില്ല. ഞാൻ ഇവിടുത്തെ ക്യാൻറ്റീനിലെ വേറെ ഒരു ജോലിക്കാരനാ. ഇതിൽ അഭിപ്രായം പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും എനിക്ക് ശരി എന്ന് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം.
ആ ചെറുക്കിന് തന്നെ ഇഷ്ടമാണ്. തനിക്കത് അങ്ങോട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊന്നും അറിയാൻ വേണ്ടി അവൻ തൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും താൻ അവനോട് ഇഷ്ടമല്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതിനർത്ഥം തനിക്ക് അവനെ ഇഷ്ടമാണ് എന്നല്ല, താൻ അവനെ ഇഷ്ടപ്പെടാം എന്നാകാം. അതിനുവേണ്ടി അവൻ ഇങ്ങനെ ഓരോന്ന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതൊരു കുറ്റമാണോ? ഇനി ആ ശ്രമങ്ങളാണ് പേരെന്താന്നാ പറഞ്ഞേ? മഞ്ജു. ആ, മഞ്ജുവിന് പ്രശ്നമെങ്കിൽ നേരെ അവന്റെ അടുത്ത് ചെന്ന് പറയുക എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന്. അതോടെ തീരെ അവന്റെ ഈ കളികളൊക്കെ. എനിക്ക് നല്ല ഉറപ്പാ. അങ്ങനെ ഉറപ്പിച്ച് പറയാനും കാരണങ്ങളുണ്ട്. ഈ എന്തായിരുന്നു പേര്? അജിത കുമാരി. ആ, പയ്യന്റെ പേര് സുധി. ആ, സുധി. അവൻ ഒരു ദിവസം ക്യാൻറ്റീനിലിരുന്ന് അവന്റെ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടു. തന്നെ കൊണ്ട് അവനോട് ഇഷ്ടമല്ല എന്നെങ്കിലും പറയിക്കുമെന്ന്. അതിന്റെ കാരണം അവൻ തന്നെ പറഞ്ഞു. ഇഷ്ടമല്ല എന്നൊരു മറുപടിയാണ് താൻ പറയുന്നതെങ്കിലും അവന് തന്നോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ തനിക്ക് അങ്ങനെ പറയാൻ പറ്റിയതെന്ന് ഓർത്ത് അവൻ ആശ്വസിക്കുകയെങ്കിലും ചെയ്യാമല്ലോ എന്ന്. ഇനിയാണ് മോനെ റിസൾട്ട്. നാളെ രാവിലെ തന്നെ നീ ഒരു കാര്യം ചെയ്യണം. മഞ്ജുവിനെ വാച്ച് ചെയ്യുക. അവൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്നത് നിനക്ക് കാണാൻ പറ്റിയോ? സംഭവം ഓക്കെയാ. അങ്ങനെ കണ്ടാൽ നീ നേരെ അവളുടെ അടുത്ത് ചെല്ലുക. നീ അവളുടെ അടുത്ത് ചെന്നതിന് ശേഷം പതിഞ്ഞ സ്വരത്തിൽ കൂളായിട്ട് 2 ഡയലോഗ് പറയുക. ഞാൻ ചെയ്തൊക്കെ ബോറായി പോയെങ്കിൽ സോറി, എല്ലാം തന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. അടുത്ത ഡയലോഗാണ് ഹൈലൈറ്റ്. അത് അവളെ ഫേസ് ചെയ്യാതെ ഒന്ന് തിരിഞ്ഞ് അല്പം റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞാൽ കൊള്ളാം. ദാ ഇതുപോലെ. ഇനിയും തനിക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ തനിക്ക് പറയാം എന്നെ തനിക്ക് ഇഷ്ടമല്ലെന്ന്. വേറൊന്നുമല്ല, എനിക്ക് മനസ്സിലായി. സുധിയുടെ ഇഷ്ടം എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ലോ എന്നോർത്ത് തനിക്ക് ആശ്വസിക്കെങ്കിലും ചെയ്യാലോ എന്നല്ലേ? ഇയാൾക്ക് അങ്ങനെ ആശ്വസിച്ചാൽ മാത്രം മതിയോ? എന്താണ് കളിക്കുന്നത്? ആഘോഷമൊക്കെ തുടങ്ങാൻ പറ്റേ? നിർത്ത്. ഡിയർ ഫ്രണ്ട്സ്, 2 കാര്യങ്ങൾ എനിക്ക് എല്ലാരോടുമായി പറയാനുണ്ട്. അതിലൊന്ന്, ഇനി മുതൽ ഇവൻ വിനയ് ചന്ദ്രൻ അല്ല, ഡോക്ടർ ലാൽ. മനസ്സിലായില്ല? റൊമാൻസ് കൺസൾട്ടന്റ്. നിക്ക്. ഇനി നമ്പർ 2, ഇത് കോളേജ് ആയതുകൊണ്ടും ഇവിടെ ഒരുപാട് രോഗികൾ വട്ടം കറങ്ങുന്നുണ്ടെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഒരു രോഗിയെ കൂടി അഡ്വാൻസ് ആയി ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ദേ, ഇവൻ റോയ്. ഇവനാണ് അടുത്ത രോഗി. പിന്നെ ഇവന്റെ എതിർകക്ഷി തൽക്കാലം ഇവിടെ ഇല്ല. ഡ്രാമ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് മദ്രാസ് തെണ്ടാൻ പോയേക്കാം. അവള് മാത്രമല്ല, കൂട്ടത്തിൽ കുറച്ച് വാലുകളുണ്ട്. ഡെവിൾ ഗ്രൂപ്പ് എന്നാ മൊത്തത്തിൽ അറിയപ്പെടുന്നത്. ഇവന്റെ കക്ഷിയെ ക്യാമ്പസ് ഡെവലപ്മെന്റ്. ഇവനവളെ മുടിഞ്ഞ ഇഷ്ടമാ, പക്ഷെ അവക്ക് ഇവനെ കണ്ണെടുത്താ കണ്ടുടാ. ഈ അവിടെ ഇവിടെ ചില എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ടെന്നുള്ളത് ഒഴിച്ചാ ബാക്കിയവളുടെ കയ്യിൽ മുഴുവൻ ആണുങ്ങളുടെയാ. അതുകൊണ്ട് തന്നെ ദാ ഇവന്റെ കാര്യം ഓക്കെ ആക്കി എടുത്ത പോലെ അത്ര ചുളിവിൽ ഒപ്പിക്കാൻ പറ്റുന്ന കേസ് കേട്ടല്ല ഇത്. എന്നാലും ഡോക്ടർ എന്തു പറയുന്നു? എന്തെങ്കിലും ഒന്ന് പറയടോ. എന്തായാലും ആളിവിടെ ഇല്ലല്ലോ. വരട്ടെ, നമുക്ക് നോക്കാം. അയ്യോ മതി, അത് മതി. അപ്പോൾ ഇനി മുതൽ ഇവൻ നമുക്ക് ഡോക്ടർ ലവ്.